ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. മരുന്നിന്റെ അടിച്ചമർത്തലിൽ തൽക്കാലത്തേക്കെങ്കിലും തളർന്നുറങ്ങുന്ന ആവണിയുടെ മുഖത്തേക്ക് നോക്കി സീതയിരുന്നു. അവളുടെ അടഞ്ഞ കൺപോളകൾക്കുള്ളിൽ ഇരുവശത്തേക്കും തെന്നി നീങ്ങുന്ന കൃഷ്ണമണികൾ അവളുടെ സ്വസ്ഥമല്ലാത്ത ഉറക്കത്തിന്റെ അടയാളമായി. സീതയ്ക്ക് അവളോട് എന്തെന്നില്ലാത്ത സ്നേഹവും സ്വയം കുറ്റബോധവും തോന്നി. അവളെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് തന്റേതാണ്. ചെറുപ്പം മുതലേ കുറുമ്പും വാശിയും അവളുടെ കൂടപ്പിറപ്പായിരുന്നു. താൻ നന്നാക്കാനെങ്കിലും അവളെ ശകാരിക്കുകയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ ചീത്തയിലും കുറ്റപ്പെടുത്തലുകളിലും ദേവൻ എപ്പോഴും അവൾക്കൊരു കവചം തീർത്തു. എന്തിനും ഏതിനും അവൾക്കൊപ്പം നിന്നു. പതിയെ പതിയെ അവൾക്ക് എല്ലാവരേക്കാളും അടുപ്പം അവനോടായി. എന്തിനും ഏതിനും അവനെ ആശ്രയിക്കുന്ന അവളോട് അവന് കൂടുതൽ സ്നേഹം തോന്നിയതിൽ എന്താണ് തെറ്റ്? പതിയെ അവളെ അനുസരിപ്പിക്കാൻ താൻ പോലും ദേവനെ ഉപയോഗിച്ചു. അവൻ പറയുന്നത് മുന്നും പിന്നും നോക്കാതെ അവൾ അനുസരിച്ചു. ദേവനെ വേണമെന്ന് അവൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഉമയെ സങ്കടപ്പെടുത്തണമെന്നും അവൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദേവനെ അവൾ സ്നേഹിക്കുന്നു, ജീവനേക്കാളേറെ. എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നിന്നും അവളെ രക്ഷിച്ചെടുക്കുക? ദേവേട്ടാ! ഒരലർച്ചയോടെ ആവണി ചാടി എഴുന്നേറ്റ് ബെഡിലിരുന്ന് കിതച്ചു. ആവണി, ആവണി! സീത അവളെ കുലുക്കി വിളിച്ചു. എന്താ കുട്ടി, എന്തു പറ്റി? അമ്മേ, ദേവേട്ടന് അവൻ എന്താ? അവനിപ്പോ വരും. അതല്ല, ദേവേട്ടന് ആക്സിഡന്റ് ഉണ്ടായി, ഞാൻ കണ്ടു. അവൾ സ്വപ്നം കണ്ടതാണെന്ന് സീതയ്ക്ക് മനസ്സിലായി. അവനൊരു കുഴപ്പവുമില്ല, നീ സ്വപ്നം കണ്ടതാ. അവനിപ്പോ വരും. അല്ല അല്ല, ഞാൻ കണ്ടു, ശരിക്കും കണ്ടു. കാർ ഒരു മരത്തിലിടിച്ചു, ടയർ പൊട്ടി. അമ്മ ഒന്ന് വിളിച്ചു നോക്കിയേ. സീത അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അടങ്ങാൻ കൂട്ടാക്കിയില്ല. അവന് പുറത്തേക്ക് ഓടി. അഴിഞ്ഞുലഞ്ഞ മുടിയുമായി കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ആവണിയെ കണ്ട് എല്ലാവരും ഞെട്ടി. സീത കാര്യം പറഞ്ഞെങ്കിലും അവരുടെ മനസ്സിന്റെ തോന്നലായി, ഒരു സ്വപ്നമായി അവർ അത് തള്ളി. പെട്ടെന്ന് അകത്ത് ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ദേവന്റെ അച്ഛൻ ഫോൺ എടുത്തു. അവിടെ നിന്നും എന്താണ് പറയുന്നതെന്ന് വീട്ടിലുള്ളവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈശ്വര എന്ന വിളിയോടെ അയാൾ റിസീവർ വെച്ച് കസേരയിലേക്ക് തളർന്നിരുന്നു. ആവണി ഓടി അയാൾക്കരികിലെത്തി തോളിൽ പിടിച്ച് ശക്തിയായി കുലുക്കിക്കൊണ്ട് ചോദിച്ചു, ദേവേട്ടന് എന്താ പറ്റിയേ? അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. അവന് കുഴപ്പമൊന്നുമില്ല. ആവണിക്ക് അല്പം ആശ്വാസമായി. എല്ലാവരുടെയും ആധിയോടെയുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഏകദേശം 15 മിനിറ്റുകൾക്ക് ശേഷം ഒരു ഓട്ടോ മുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്നും ദേവനും ഉമയും ഇറങ്ങി. എന്താണ് ദേവ പറ്റിയത്? ആവണി ഒഴികെ എല്ലാവരും അവർക്കടുത്തേക്ക് ഓടിയെത്തി ചോദിച്ചു. കാർ ആക്സിഡന്റായി, ഒരു മരത്തിലിടിച്ചു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാറിന്റെ ഫ്രണ്ട് പോയി, പിന്നെ ഒരു ടയറും പൊട്ടിയിട്ടുണ്ട്. ദീപുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് എടുത്തോളും. അത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി. വരാന്തയിൽ നിന്നിരുന്ന ആവണി അവനെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ അവന്റെ മുഖത്ത് തിരിച്ചൊരു പുഞ്ചിരി അവൾക്കായി വിരിഞ്ഞില്ല. ദേവേട്ടന് എന്തൊരു സ്പീഡിലാണെന്നോ കാർ ഓടിച്ചത്, പറഞ്ഞാ കേക്കണ്ടേ? ഉമ അരിശത്തോടെ പറഞ്ഞു. ക്ഷേത്രത്തിൽ പോവാൻ പറ്റാത്തതിനാലാണ് എനിക്ക് സങ്കടം. എല്ലാവരും ആവണിയെ അതിശയത്തോടെ നോക്കി. അവൾ എങ്ങനെ ഈ സ്വപ്നം കണ്ടു? അവർക്കിടയിലെ ആത്മബന്ധത്തിന്റെ അടയാളമായി ആ സ്വപ്നം ശേഷിച്ചു. വിധിയുടെ പുസ്തകത്തിൽ ദേവനൊപ്പം ആ ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കേണ്ട പേര് ഉമയുടേതായിരുന്നില്ല. ആവണി മുറിയിലെത്തി ഫോൺ എടുത്ത് ദേവനെ വിളിച്ചു. അത്ര നേരവും തെളിഞ്ഞു നിന്ന വൈകുന്നേരത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ചെറിയ മഴമേഘങ്ങൾ ആകാശവിതാനത്തിൽ ചേക്കേറാൻ തുടങ്ങിയിരിക്കുന്നു. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പരസ്പരം പറയുന്നുണ്ട്. മഴ പെയ്യാനായി ആവണിയും കാത്തിരുന്നു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ആവണി പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. എന്തേ? കുളത്തിന് സൈഡിലൂടെ തോട്ടത്തിലേക്ക് കടന്ന് വടക്കേ റോഡിലേക്ക് വാ. ഇപ്പൊ വരാം. എന്തിനെന്ന് അവൾ ചോദിക്കില്ലെന്ന് ദേവൻ അറിയാമായിരുന്നു. ആവണി ചെല്ലുമ്പോൾ ദേവൻ അക്ഷമയോടെ ബുള്ളറ്റിൽ റോഡ് സൈഡിൽ കാത്തു നിൽപ്പുണ്ട്. കയറ്. അവൾ അവന്റെ ബൈക്കിൽ കയറി. ദേവൻ വണ്ടി മുന്നോട്ടെടുത്തു. മെയിൻ റോഡിലൂടെ പോവാതെ വളഞ്ഞ വഴി ചുറ്റിയാണ് അവൻ പോയത്. 2 വശത്തും മുളകൾ വളർന്നു നിൽക്കുന്ന ഇട റോഡിലേക്ക് കയറിയതും എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായ ആവണി പിന്നിലൂടെ 2 കൈകളാലും അവനെ ചുറ്റിപ്പിടിച്ചു. ദേവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്റെ ദേവാ.
അവൾ അവന്റെ തോളിൽ ചുണ്ടുകൾ അമർത്തി. മഴ പെയ്യോ ആവണി? കാറ്റിന്റെ തണുപ്പ് കൂടുന്നതറിഞ്ഞ് ദേവൻ ചോദിച്ചു. പെയ്യട്ടെ ദേവേട്ടാ, ഇടിവെട്ടി പെയ്യട്ടെ. ദേവൻ ബൈക്കിന്റെ സ്പീഡ് കൂട്ടി. ദേവിമുടിയുടെ താഴ്വാരത്തിലായി അവന്റെ ബൈക്ക് ചെന്ന് നിന്നു. ആവണി മുകളിലേക്ക് നോക്കി. വലിയ പാറക്കെട്ടിന് മുകളിലായി ദീപങ്ങളാൽ അലങ്കൃതമായ ദേവീക്ഷേത്രം. അവളെ മാടി വിളിച്ചു. ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത ആ പാറക്കെട്ടിലൂടെ ദേവൻ ആവണിയുടെ കൈകോർത്തു പിടിച്ച് മുകളിലേക്ക് നടന്നു. ക്ഷേത്രത്തിലെത്തി ദേവീ വിഗ്രഹത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ അവൾക്കൊന്നും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല. രണ്ടുപേരെയും കണ്ട് പുതുതായി വന്ന തിരുമേനി അവരെ കണ്ട് ആശീർവാദം പോലെ പറഞ്ഞു, പാർവതിയും മഹേശ്വരനും പോലെ. അല്ല തിരുമേനി, മഹാദേവനും സതിയും, ആവണി ചിരിയോടെ പറഞ്ഞു. സതി തന്നെയാണ് പാർവതിയും, തിരുമേനിയും ചിരിയോടെ പറഞ്ഞു. ആ നിമിഷം ദേവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ കയ്യിൽ തൂങ്ങി തിരിച്ചിറങ്ങുമ്പോൾ ആവണി പറഞ്ഞു, ദേവാ, ഇനി 4 നാളുകൾ കൂടി, അത്രയുമേ ഉള്ളൂ. പിന്നെ നിന്നെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല കേട്ടോ. നീ എവിടെ പോകുന്നു? പോയല്ലേ പറ്റൂ. താഴ്വാരത്തെത്തും വരെയും മൗനം അവർക്കിടയിൽ വാചാലമായി. ശക്തിയായി വീശുന്ന തെക്കൻ കാറ്റ് അവരെ തട്ടി തലോടി കടന്നുപോയിക്കൊണ്ടിരുന്നു. അതുവരെയും മിണ്ടാതിരുന്ന മഴ കുസൃതിയോടെ ചന്നം പിന്നം പെയ്യാൻ തുടങ്ങി. നമുക്ക് മഴ നനഞ്ഞു പോവാൻ ദേവേട്ട. ദേവൻ വളരെ സ്ലോയിലായിരുന്നു തിരിച്ചു വണ്ടി ഓടിച്ചത്. വീട്ടിലെത്തിയാൽ അവളുടെ സാമീപ്യം അകന്നു പോകും എന്നതിനാൽ പതിയെ അങ്ങ് എത്തിയാൽ മതിയെന്നായിരുന്നു അവന്. അവർ വീടിനോട് അടുക്കും തോറും മഴയുടെ ശക്തിയും കൂടി വന്നു. തണുപ്പും മഴയും കൂടി അവൾ ദേവനോട് കൂടുതൽ ഒട്ടി. ദേവൻ മുഴുവനായും ആവണി ഭാഗികമായും നനഞ്ഞു. നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാം ആവണി, മഴ ഒന്ന് കുറഞ്ഞിട്ട് പോവാം. മഴത്തുള്ളികൾ ശക്തിയായി വന്ന് പതിച്ച് അവനെ വേദനിപ്പിച്ചതിനാൽ മുന്നോട്ട് ഓടിക്കാൻ അവന് പ്രയാസമായി തുടങ്ങിയപ്പോൾ ദേവൻ പറഞ്ഞു. വഴിയരികിലെ ആരുടെയോ റബ്ബർ തോട്ടത്തിലെ ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് ദേവൻ ബൈക്ക് ഓടിച്ചു. മഴയും തോട്ടത്തിലെ ഇരുട്ടും ഒക്കെ കൂടി അവിടെ രാത്രിയുടെ പ്രതീതിയായിരുന്നു. ദേവൻ തപ്പിപ്പിടിച്ച് മൊബൈൽ ഫ്ലാഷിന്റെ വെളിച്ചത്തിൽ ലൈറ്റിട്ടു. വളരെ വെളിച്ചം മങ്ങിയ ഒരു പഴയ ബൾബ് മെഴുതിരി വെട്ടം പോലെ മിന്നിക്കൊണ്ടിരുന്നു. ദേവൻ ചുറ്റുമൊന്ന് നോക്കി. ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ റബ്ബർ ഷീറ്റുകൾ, കെട്ടിടത്തിന്റെ പകുതിയോളം ഉണങ്ങിയ വൈക്കോൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഒരു പഴയ കാലൊടിഞ്ഞ മേശയും കുറെ ആക്രി സാധനങ്ങളും. പുറത്തുനിന്നും വീശുന്ന കാറ്റിൽ ആവണി തണുത്തിട്ട് വിറച്ചു തുടങ്ങിയിരുന്നു. അവൾ നിന്ന് വിറയ്ക്കുന്നത് കണ്ടിട്ട് ദേവൻ പോയി വാതിൽ ചാരി. നനഞ്ഞ മുടി ഒരു വശത്തുകൂടി മുന്നോട്ടിട്ട് അവൾ മുടിയിലെ വെള്ളം തട്ടിക്കൊണ്ടിരുന്നു. ദേവന്റെ മിഴികൾ അവളിൽ ഉടക്കി. നനഞ്ഞു കുതിർന്ന സെറ്റ് സാരിക്ക് അവളുടെ ശരീരത്തെ മറയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവളുടെ അഴകാർന്ന ഉടലിന് കൂടുതൽ മിഴിവേകിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു രൂപത്തിൽ അവൻ അവളെ ആദ്യമായി കാണുകയായിരുന്നു. കുളക്കടവിൽ നനഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു പ്രണയിനിയെ അവൻ ഓർമ്മ വന്നു. അവന്റെ കാലുകൾ അവളുടെ അരികിലേക്ക് നീങ്ങി. അവന്റെ കണ്ണുകളിലും ഹൃദയത്തിലും അവളും അവളോടുള്ള പ്രണയവും മാത്രമായി. ദേവന്റെ ചൂടുള്ള നിശ്വാസം നഗ്നമായ അവളുടെ പിൻകഴുത്തിൽ തട്ടി. അവന്റെ സാന്നിധ്യം തൊട്ടരികിൽ അറിഞ്ഞ അവൾ തിരിയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഇടതുകരം പിന്നിലൂടെ അവളുടെ നഗ്നമായ വയറിൽ അമർന്നു. അവളുടെ ഉദരം ഉള്ളിലേക്ക് അമർന്നു. ശ്വാസം ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. അവളുടെ കഴുത്തിലേക്ക് അനുസരണയില്ലാതെ വീണ് കിടന്ന മുടിയിഴകൾ ദേവൻ അവന്റെ വലതുകരം കൊണ്ട് മാടിയൊതുക്കി. അവന്റെ നനവാർന്ന ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ അമർന്നപ്പോൾ ആവണി കണ്ണുകൾ ഇറുക്കി അടച്ചു. ദേവന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ആവണിക്ക് അവന് മുന്നിൽ നിയന്ത്രണങ്ങളെ ഇല്ലായിരുന്നു. അവൾ ഒറ്റ ശ്വാസത്തിന് വട്ടം തിരിഞ്ഞ് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി അവനോട് ചേർന്നു. ദേവന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തും കഴുത്തിലും യഥേഷ്ടം ചുറ്റി സഞ്ചരിച്ചു. പതിയെ അവൻ അവളെ തന്റെ കയ്യിൽ കോരിയെടുത്തു. തിരിയുന്നതിനിടയിൽ സാരിത്തുമ്പ് എവിടെയോ ഉടക്കി. ദേവൻ അത് അങ്ങനെ തന്നെ വിടുവിക്കാൻ തിരിഞ്ഞെങ്കിലും സാരി അവളുടെ നെഞ്ചിൽ നിന്നും തെന്നി നീങ്ങി സ്വതന്ത്രമായി. അർദ്ധനഗ്നയായി നനവോടെ തന്റെ കൈകളിൽ കിടക്കുന്ന അവളെ അവൻ നിരത്തിയിട്ടിരിക്കുന്ന വൈക്കോലിന് മുകളിലേക്ക് കിടത്തി. അവൾക്കരികിൽ കുനിഞ്ഞിരുന്ന അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളോടും അവന്റെ വിരലുകൾ അവളുടെ വിരലുകളോടും കോർത്തു. അവന്റെ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുമിച്ചുണർന്നു. അന്നാൾ വരെയും ഉണ്ടാകാത്തതുപോലെ തന്റെ ശരീരത്തിന് ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞു. ആവണിയുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. അവന്റെ അധരങ്ങൾ അവളുടെ വെണ്ണ തോൽക്കുന്ന മേനിയിലൂടെ കഴുത്തിലൂടെ താഴോട്ടിറങ്ങി. വീണ്ടും വീണ്ടും അവളുടെ മാറിടത്തെ തഴുകി വയറിനെ ചുറ്റി പൊക്കിൾ ചുഴിയിൽ അമർന്നു. ഒരു നിമിഷം ചീൽക്കാരത്തോടെ അവൾ മേലോട്ടുയർന്നു.
അവന്റെ വിരലുകളോട് കോർത്ത അവളുടെ വിരലുകൾ അവനിൽ നഖക്ഷതങ്ങളുണ്ടാക്കി. പെട്ടെന്ന് ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ ആകാശത്ത് ഇടിമുഴങ്ങി. അവന് ഞെട്ടി ഉണർന്നു. അവന്റെ നെഞ്ചോട് ചേർന്ന് പേടിയോടെ വട്ടം ചുറ്റി. അതിനൊപ്പം അവന്റെ 6-ാം ഇന്ദ്രിയവും ഉണർന്നു. ഒരു എതിർപ്പുമില്ലാതെ ഈ നിമിഷം അവളെ തന്നെ പൂർണ്ണമായി തനിക്ക് സമർപ്പിക്കുമെന്ന് അവന് തോന്നി. പക്ഷേ അതിന് ഒരു താലിയുടെ അനുവാദം വേണമെന്ന് അവൾക്ക് വേണ്ടി അവൻ തന്നോട് തന്നെ വാശി പിടിച്ചു. ആവണി, അവൾ അവനെ കൂടുതൽ പുണർന്നു. മനസ്സില്ലാ മനസ്സോടെ അവൻ അവളെ പതിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അവർക്ക് വേണ്ടി മാത്രം പെയ്ത മഴ അപ്പോഴേക്കും ശമിച്ചിരുന്നു. പോവാം. വേണ്ട ദേവേട്ടാ, പോവണ്ട. പോവാതെ പറ്റോ? പോണോ? ദേവന്റെ ഇഷ്ടം. ബൈക്കിന് പിറകിൽ അവൾ അവനെ ചുറ്റിപ്പൊതിഞ്ഞ് കൂടുതൽ അവനോട് ചേർന്നിരുന്നു. നനഞ്ഞു കുതിർന്ന് ബൈക്കിൽ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ തറവാട്ടിലുള്ളവർ അവരെ കാത്ത് ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതിൽ 2 മിഴികളിൽ നിന്നും അഗ്നി പ്രവഹിക്കുന്നുണ്ടായിരുന്നു. മാധവൻ തമ്പിയുടെ കത്തുന്ന മിഴികൾ.